ഹലോ, എല്ലാവർക്കും സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? സൺഡേ ഒന്ന് ഇച്ചിരി ലേറ്റായി പോയി. നല്ല വെയിലാണ്, അതുകൊണ്ടാണ് ഇങ്ങ് മാറി നിന്ന് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയൊന്നൊക്കെ കുറവായിരിക്കും. ഇനി നമ്മുടെ ബൊഗൻവില്ലയൊക്കെ നല്ലോണം പൂക്കാൻ പോണ സമയങ്ങളാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബൊഗൻവില്ല ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബൊഗൻവില്ല എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, പറഞ്ഞുതരാം. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞു കേട്ടോ, എന്നിട്ടാണ് ഇപ്പോൾ ഈ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കണേ. കാരണം ആ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് വേഗം അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാനത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനി പൂക്കളുള്ള ചെടികളാണ് നിങ്ങൾ വീട്ടിൽ വെക്കാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ബൊഗൻവില്ലയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതുകൊണ്ട് ബൊഗൻവില്ല എന്തായാലും വാങ്ങിച്ചോ. ബൊഗൻവില്ല എന്തായാലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു 5-6 മാസത്തേക്ക് നിറയെ പൂക്കളായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ബൊഗൻവില്ല ഉണ്ടെങ്കിൽ അതിൽ പൂക്കാനുള്ള പരിപാടികളെല്ലാവരും ഇനി അടുത്ത വീഡിയോസിലേക്കിട്ട് ഞാൻ ഓരോന്ന് ഞാൻ വീട്ടിൽ കാണിക്കുന്ന പരിപാടികളെല്ലാവരും ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം അല്ലേ? വർഷങ്ങളായിട്ടുള്ള ബൊഗൻവില്ല പ്ലാന്റ്സാണ് നമ്മുടെ വീട്ടിലുള്ളത്. അതിൽ കുറേയൊക്കെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇട്ടും അതിന് മുന്നത്തെ കൊല്ലമൊക്കെ ഇട്ട് വാങ്ങിച്ച് പുതിയ കളക്ഷൻസൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബൊഗൻവില്ല ഇരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് പോട്ടിലാണ്. അതിങ്ങനെ ഒരു മൺചട്ടിയിൽ ഇറക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇതെടുത്ത് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതൊക്കെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഈ പ്ലാന്റ് ഒരു കൊല്ലമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ ചെടികളൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് പോട്ടിൽ അല്ലെങ്കിൽ കവറിലൊക്കെ ഉണ്ടാകും. കവറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീറിയെടുത്ത് കളഞ്ഞാൽ മതി. ഇതുപോലുള്ള പ്ലാസ്റ്റിക് പോട്ടാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. അത് ആദ്യം തന്നെ ഇത് ചട്ടി കംപ്ലീറ്റ് ഒന്ന് ചുറ്റും ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇത് പിടിക്കുന്ന പോലെ ഹോൾഡ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ബേസ് ഇങ്ങനെ നമ്മുടെ കയ്യിലോട്ട് ഉറപ്പിച്ച് പിടിപ്പിക്കുക. ചെടി അങ്ങനെ കൊടുക്കുക. ഒരു കുഴപ്പമില്ലാണ്ട് ചെടി നമ്മുടെ കയ്യിൽ കിട്ടി. നമുക്ക് എങ്ങനെയാണ് വേറെ ചട്ടിയിലോട്ട് റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ബൊഗൻവില്ല റിപ്പോർട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് വേണ്ട വളങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം ചാണകപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് അത്രയും തന്നെ ഭാഗം നമുക്ക് എല്ലുപൊടി ആഡ് ചെയ്യാം. നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എല്ലുപൊടി തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലുപൊടി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. ഇതെല്ലാനും വളക്കടകളിൽ കിട്ടും കേട്ടോ. ഇതുപോലെ കല്ലായിട്ടായിരിക്കും ഇരിക്കുക. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കുക. ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, എവിടെ എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്. അങ്ങനെ ഈ 3 കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഈ ഒരു മൺചട്ടിയിലോട്ടാണ് നമുക്ക് ആ ബൊഗൻവില്ല മാറ്റേണ്ടത്. നമുക്കത് ചെയ്യാം. പിന്നെ ഇവിടെ പൊരിഞ്ഞ വെയിൽ നമുക്ക് അങ്ങ് ഇവിടെ ഇരുന്ന് ചെയ്യാം. ഇതിൽ ഞാൻ കുറച്ച് സാധാരണ വീട്ടുവളപ്പിലെ മണലെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വളമില്ല, ഈ മെയിനായിട്ടുള്ള വളം ഇട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു മൺചട്ടിയാണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് മണ്ണൊന്നും കംപ്ലീറ്റ് പുറത്തോട്ട് പോകാണ്ട് വെള്ളം മാത്രം പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഓടും കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മറിച്ച് വെച്ചാൽ മതി. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഈ മൺചട്ടിയിലോട്ട് ഒരു ബേസ് എന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് പോട്ടി മിക്സിയിൽ അതിട്ട് കൊടുക്കാം. അങ്ങനെ ബേസ് എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് വളമൊക്കെ ഇട്ട മണ്ണ് ഞാൻ ഒരു ബേസ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആക്കി കൊടുക്കണത് നല്ലതാണ്. അതൊരു നിർബന്ധമൊന്നുള്ള കാര്യമല്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല. ഞാനങ്ങനെ ഈ ഒരു പ്ലാന്റ് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വെറുതെ ഞാനത് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും നമ്മൾ ഉണ്ടാക്കിയ പോട്ടി മിക്സ് ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കണം.
നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 2-3 ദിവസത്തേക്ക് തണലത്ത് തന്നെ എടുത്ത് വെക്കുക. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പൊരിഞ്ഞ വെയിലത്തോട്ട് ഫുൾ ഡേ വെയിൽ കിട്ടുന്നിടത്ത് എടുത്ത് വെക്കാം. സംഭവം ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ബൊഗൈൻവില്ല റിപ്പോർട്ട് ചെയ്തില്ലേ. ഇതുപോലെ നിങ്ങളുടെയിലും റിപ്പോർട്ട് ചെയ്യാനുള്ള ബൊഗൈൻവില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിക്കോ. കാരണം ഇനിയുള്ള മാസങ്ങൾ ഫുള്ള് ബൊഗൈൻവില്ല പൂക്കാൻ പോവാല്ലേ. പിന്നെ പൊരിഞ്ഞ വെയിലാണ്. ഞാനിത് എന്നിട്ട് അവസാനം അവിടെ സൈഡിൽ കൊണ്ടുപോയി ഒതുക്കിയിട്ടാണ് ചെയ്തത്. നല്ലോണം വേർത്തിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 2-3 പ്ലാൻസ് ഉണ്ടായിരുന്നു ബൊഗൈൻവില്ലയുടെ. അത് കംപ്ലീറ്റ് ഞാൻ റിപ്പോർട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. ഓക്കെ ഗൈസ്, ബൈ.